സമരത്തിന് ഐക്യദാർഢ്യം. കാർഷിക കടങ്ങൾ എഴുതി തള്ളുക, താങ്ങുവില വർദ്ധിപ്പിക്കുക. സിന്ദാബാദ് സിന്ദാബാദ്, കേരള കോൺഗ്രസ് സിന്ദാബാദ്. കർഷക സമരത്തിന് ഐക്യദാർഢ്യം. വിവിധ ആവശ്യങ്ങളായ കാർഷിക ഉൽപ്പന്നങ്ങളുടെ തറവില ഉയർത്തുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, കൃഷി ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി നിരക്കുകൾ കുറയ്ക്കുക തുടങ്ങിയവ ഉന്നയിച്ചുകൊണ്ട് കർഷകർ ഡൽഹിയിൽ നടത്തുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എം പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് പ്രകടനവും ധർണയും നടത്തി. ധർണ കേരള കോൺഗ്രസ് എം സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ഡോക്ടർ ബെന്നി കക്കാട് ഉദ്ഘാടനം ചെയ്തു. ഐതിഹാസികമായ ഈ ഒരു പ്രതിഷേധം നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഏകദേശം 70% വരുന്ന കർഷകരെ വിസ്മരിച്ചുകൊണ്ട് നരേന്ദ്രമോദി കഴിഞ്ഞ കാലങ്ങളായി കുറേയേറെ നാളുകളായി കർഷക സമരത്തെ അടിച്ചമർത്തിക്കൊണ്ട് കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാനാവാതെ ഇന്ത്യ മഹാരാജ്യത്തെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ കെട്ടിക്കിടക്കുന്ന അവസ്ഥ, അവർക്ക് അവിടെ ഉൽപ്പന്നം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം കർഷക ജനതയെ ബുദ്ധിമുട്ടിക്കുന്ന നയവുമായിട്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യം കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ച ഒരു ഭരണം കാഴ്ചവെക്കുന്ന നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ കർഷക സമരത്തിന്റെ തീജ്വാല അല്ലെങ്കിൽ സമരാഗ്നി അവിടെ ഡൽഹിയിൽ നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയുണ്ടായി. അനേകം ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാലയളവിൽ പോലും ഇത്രമാത്രം ജനരോക്ഷമുണ്ടായിട്ടില്ല. ഇന്ന് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ജനരോക്ഷം കർഷകരെ അവിടെ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം എല്ലാ രംഗത്തും കർഷകരെ അവരെ വീർപ്പുമുട്ടിക്കുന്ന നയവുമായിട്ടാണ് നരേന്ദ്രമോദി പോകുന്നത്. അത് ഞാൻ സുദീർഘമായി കടന്നു പോകുന്നില്ല. കൂടുതലെ കർഷകർക്ക് കേരളം എടുത്താൽ കേരളത്തിലെ വന്യജീവികളെ കൊണ്ട് കർഷകർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഓരോ ആന ചവിട്ടിക്കൊല്ലുകയാണ് ഓരോ ദിവസം ഓരോ കർഷകരെ. നമുക്കറിയാം പുലി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, കടിച്ചു കീറുന്നു. നമുക്കറിയാം ഈ രാജ്യത്തെ കർഷകന് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു വലിയ ചിന്തയാണ്, ഒരു വലിയ മാറ്റമാണ് കേരളത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് 4 ചുറ്റും വനമേഖലയാണ്. ആ വനമേഖലയിൽ നിൽക്കുന്ന കേരളത്തെ ജനങ്ങളെ, കർഷകരെ, കേരളത്തിലെ 75% കർഷകരാണുള്ളത്. ആ കർഷകരെ പോലും ബുദ്ധിമുട്ടിക്കുന്ന നയം തിരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. കേരള കോൺഗ്രസ് എന്ന മഹത്തായ രാഷ്ട്രീയ സംഘടന കർഷകന്റെ പേരിലുണ്ടായ രാഷ്ട്രീയ സംഘടനയാണ്. കേരളത്തിലെ കർഷകരുടെ പടത്തലവനായ മൺമറഞ്ഞു പോയ നമ്മുടെ നേതാവ് ശ്രീ പ്രിയപ്പെട്ട KM മാണി സാറ് അടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം കർഷകരുടെ പ്രക്കാലവും നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. അതിന്റെ ഇപ്പോഴത്തെ നേതാവ് ശ്രീ ജോസ് കെ മാണി കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ പാർലമെന്റിൽ എത്രയെത്ര സമരങ്ങൾ നടത്തി. പ്രിയപ്പെട്ട തോമസ് ചാഴികാടൻ, ഇപ്പോൾ കോട്ടയത്ത് മത്സരിക്കുന്ന ചാഴികാടൻ അടക്കമുള്ള MP-മാർ പാർലമെന്റ് അകത്തും പുറത്തും സമരങ്ങൾ നടത്തിയുണ്ടായി. പക്ഷേ ഇതിന് ഫലം നമുക്ക് ലഭിക്കുന്നില്ല. എന്താ കാരണം? കോർപ്പറേറ്റുകൾ 2-3 കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത്. അതിനെ ഒരു ശക്തമായ ഇവിടെ ഫെഡറൽ സംവിധാനത്തെ നശിപ്പിച്ചുകൊണ്ട്, ഇവിടുത്തെ സോഷ്യലിസം തകർത്തുകൊണ്ട്, ഇവിടുത്തെ മതേതരത്വം തകർത്തുകൊണ്ട് പോകുക മാത്രമല്ല നരേന്ദ്രമോദി ചെയ്യുന്നത് എന്താണ്? ഇവിടുത്തെ കർഷക ജനതയുടെ കണ്ണിൽ വിഷം ചീന്തിക്കൊണ്ട് കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലെ കർഷക ജനതയെ ഇത്രമാത്രം വീർപ്പുമുട്ടിച്ച ഒരു ഗവൺമെന്റ് ഇന്ത്യ ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് സ്നേഹിതരെ, ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഡൽഹി സമരത്തിന് എല്ലാ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനാണ് ഈ അവസരം നമ്മൾ വിനിയോഗിക്കുന്നത്. കേരള കോൺഗ്രസ് നേതാക്കൾ ഒറ്റ മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ പ്രതിഷേധ സമരം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ കർഷകർക്കുള്ള ഐക്യദാർഢ്യമാണ് പ്രകടിപ്പിക്കുന്നത്. കേരള കോൺഗ്രസ് എന്ന മഹത്തായ സംഘടന ഇടുക്കിയിലെ കർഷകർ മാത്രമല്ല, നമുക്കറിയാം വയനാട്ടിലെ കർഷകർ മാത്രമല്ല, നമ്മുടെ കേരളത്തിലാകമാനമുള്ള കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പാർട്ടി എന്ന നിലയിൽ ഈ പാർട്ടി അടിസ്ഥാനപരമായി കർഷക ജനതയോടൊപ്പമാണ്. ഡൽഹിയിലെ സമരത്തിന് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കേരളത്തിലെ സംഭവവികാസം നമുക്കറിയാം. കേരളത്തിലെ വയനാട്ടിൽ മാത്രമല്ല, പത്തനാപുരത്തും പറവന്തൂരും, നമുക്കറിയാം പുന്നലയും കാച്ചിപ്പുന്നയിലും, നമുക്കറിയാം ചെമ്പനരുവിയിലും അച്ചൻകോവിലും അടക്കമുള്ള വനമേഖലയിൽ അവിടെ വീർപ്പുമുട്ടി കഴിയുന്ന ആളുകൾ ഭയവിഹ്വലരായി. നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സജി ജോൺ കുറ്റിയിൽ മുഖ്യപ്രഭാഷണം നടത്തി.
സംസ്ഥാന കമ്മിറ്റി അംഗം VM മോഹനൻ പിള്ള, നേതാക്കളായ ജോസ് ഏറത്ത്, തോമസ് രാജു മാത്യു, പ്രഭാകരൻ നായർ, സിജോ ഡാനിയൽ, വിളക്കുടി ഷാനവാസ്, ആഷിഖ് പള്ളിമുക്ക്, റെജി ചെങ്കിലാത്ത്, അബൂബക്കർ സാഹിബ്, ജോബിൻ എലിക്കാട്ടൂർ, റെജി കിണറ്റുംകര, സലീം പുന്നല, ഷെബീർ ഷാ, സിറാജ്, സോളമൻ, ഷെരീഫ് കുണ്ടയം, നൌഷാദ് കുന്നിക്കോട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.